നഗരൂരിൽ വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് അച്ഛനും മകനും മരിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. നഗരൂർ കുറിയിടത്ത് കോണത്ത് വീട്ടിൽ 78 വയസ്സുള്ള ഗോപാലൻ, നഗരൂർ ചെങ്കിക്കുന്ന് കുറിയിടത്ത് മഠത്തിൽ വേണുഗോപാലൻ പോറ്റി എന്നിവരെയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. നഗരൂർ പഞ്ചായത്ത് ചെമ്മരത്തുമുക്ക് വാർഡിൽ കുറയിടത്ത് കോണത്ത് വീട്ടിൽ കൊച്ചുണ്ണി, മകൻ അഖിൽ എന്നിവരാണ് മരിച്ചത്. വീടിന് 200 മീറ്റർ അകലെ മരച്ചീനി കൃഷി ചെയ്തിരുന്ന ഭാഗത്ത് നീർച്ചാലിൽ ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃഷി നടത്തിയിരുന്ന ഗോപാലനാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് എത്തി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മരണപ്പെട്ടവരെ തിരിച്ചറിഞ്ഞു. വീടിന് സമീപം അച്ഛനും മകനും ഷോക്കേറ്റു മരിച്ച വിവരം ബന്ധുക്കളും നാട്ടുകാരും അറിഞ്ഞത് മണിക്കൂറുകൾ കഴിഞ്ഞാണ്. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് കുറിയിടത്തു മഠം. മരണപ്പെട്ടവരുടെ വീട്ടിലേക്ക് പോകുന്ന കോൺക്രീറ്റ് റോഡിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാറി വടക്കുഭാഗത്തെ പണയിലെ നീർച്ചാലിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. മൃതദേഹങ്ങൾ ചാലിൽ കിടന്നതിനാൽ റോഡ് വഴി നടന്നു പോകുന്നവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. മരണപ്പെട്ട കൊച്ചുണ്ണിയുടെ മകൾ അതുല്യയുടെ ഭർത്താവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംഭവം നടക്കുമ്പോൾ കൊച്ചുണ്ണിയുടെ ഭാര്യ അംബിക, മകൾ, മരുമകൻ എന്നിവർ ആശുപത്രിയിലായിരുന്നു. മരണപ്പെട്ട അഖിലും കുടുംബവും പുളിമാത്തു പഞ്ചായത്തിൽ മൊട്ടലുവിള എന്ന സ്ഥലത്ത് വാടക വീട്ടിലാണ് താമസം. അപകടം നടന്ന സമയത്ത് അഖിലിന്റെ ഭാര്യയും മക്കളും വാടക വീട്ടിലായിരുന്നു. അഖിൽ തിങ്കളാഴ്ച വൈകിട്ടോടെ കുറിയിടത്ത് കോണത്ത് വീട്ടിലെത്തിയിരുന്നു. രാത്രിയിൽ എപ്പോഴോ ആണ് അച്ഛനും മകനും ദുരന്തം സംഭവിച്ചതെന്നാണ് നിഗമനം. കുറിയിടത്തു മഠത്തിലെ നാരായണൻ പോറ്റിയുടെ വസ്തുവിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാരായണൻ പോറ്റി പെരുമ്പാവൂരിലാണ് താമസം. മഠത്തിന്റെ വസ്തുവകകൾ നോക്കി നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഗോപാലനാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇന്നലെ രാവിലെ ഗോപാലൻ കൃഷി നോക്കാൻ എത്തിയപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കാണുന്നത്. അതേസമയം കാട്ടുപന്നിയെ തുരത്താൻ വൈദ്യുത വേലി സ്ഥാപിച്ചത് അനധികൃതമായിട്ടാണെന്ന് കണ്ടെത്തി. ഗോപാലനും സ്ഥലമുടമയുടെ സഹോദരൻ വേണുഗോപാലൻ പോറ്റിയും ചേർന്നാണ് കൃഷിയിടത്തിൽ അനധികൃതമായി വൈദ്യുത വേലികൾ സ്ഥാപിച്ചിരുന്നത്. ഇതറിയാതെ കൃഷിയിടത്തിൽ നിന്നും മരച്ചീനി പറിക്കുന്നതിനിടയിലാണ് അച്ഛനും മകനും വൈദ്യുതാഘാതമേറ്റത്. രാവിലെ കൃഷിയിടത്തിലെത്തിയ ഗോപാലൻ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ പിടിക്കപ്പെടാതിരിക്കാൻ വൈദ്യുത വേലി പ്രദേശത്ത് നിന്ന് നീക്കി. എന്നാൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് വൈദ്യുത വേലി കണ്ടെടുത്തു. കാട്ടുപന്നിയെ തുരത്തുന്നതിനായാണ് വേലി സ്ഥാപിച്ചതെന്നാണ് ഗോപാലൻ പോലീസിന് മൊഴി നൽകിയത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ വൈദ്യുതാഘാതമാണ് മരണകാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേർ പിടിയിലാകുന്നത്. പ്രതികളെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്.